പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഏകദേശം 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ പ്രസംഗത്തിനു ശേഷം കേരളത്തിലെ ഇടതു വലത് മുന്നണികളെ കടന്നാക്രമിച്ച ശേഷം പ്രധാനമന്ത്രി തൃശൂരേക്ക് തിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. റോഡിന് ഇരുവശത്തുമുള്ള BJP പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി കടന്നു പോകുന്നത്. അദ്ദേഹം വാഹനത്തിനകത്തിരുന്നു കൊണ്ട് തന്നെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ വെയിലത്ത് പോലും നൂറുകണക്കിന് BJP പ്രവർത്തകർ റോഡിന്റെ ഇരുഭാഗത്തുമുണ്ട്. പ്രധാനമന്ത്രി ഈ പരിപാടിക്കായി കോട്ടമൈതാനിക്കകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ റോഡിന് ഇരുവശത്തുമായി BJP പ്രവർത്തകർ അണിനിരന്നിരുന്നു. അവർ ഇപ്പോഴും അവിടെ തന്നെ കാത്തു നിൽക്കുകയാണ്. പ്രധാനമന്ത്രിയെ അവർ യാത്രയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ അടുത്ത പരിപാടി തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ റോഡ് ഷോയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. അതിനായി ഇവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മെഴ്സി കോളേജിലേക്ക് തന്നെയാണ് പ്രധാനമന്ത്രി പോകുന്നത്. പ്രധാനമന്ത്രി അവിടെയാണ് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത്. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തന്നെയാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതു വലത് മുന്നണികളെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒരു രാഷ്ട്രീയ പ്രസംഗം. വികസന മുരടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുകാട്ടി. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭാ കൗൺസിലർക്കെതിരെ ഉയരുന്ന അലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ അവരുടെ പേര് പറയാതെ തന്നെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സവിശേഷത. പാലക്കാടിനെയും കാശിയെയും പ്രധാനമന്ത്രി ബന്ധിപ്പിക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. വാരണാസിയിലെ എം പി എന്നുള്ള നിലയിൽ തനിക്ക് കാശിയുമായി ബന്ധമുണ്ട്. കാശിയും കൽപ്പാത്തിയുമായി ബന്ധമുണ്ട്. വിശാലാക്ഷി സമേതനായ വിശ്വനാഥനുമായി തനിക്ക് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം കൂടി പാലക്കാട് മണ്ണിലേക്ക് പ്രധാനമന്ത്രി കൊണ്ടുവരുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുമായിരുന്നു. എല്ലാ വിഷയങ്ങളും പാലക്കാടിന്റെ കാർഷിക വികസന വിഷയങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു പ്രധാനമന്ത്രിയുടെ വളരെ ചുരുങ്ങിയ പ്രസംഗം എന്ന് പറയാം. എല്ലാ വിഷയങ്ങളെയും അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഡീലാരോപണങ്ങൾ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരെ പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ A to Z കാര്യങ്ങൾ പ്രധാനമന്ത്രി പറയുമ്പോൾ തന്നെ പ്രധാനമായും അദ്ദേഹം പങ്കുവെക്കാതിരുന്ന ഒരു കാര്യം നേരത്തെ ദീപക് ധർമ്മടം സൂചിപ്പിച്ചു. അത് പെസഹാവ്യാഴമാണ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പ്രധാനമന്ത്രി നടത്തിയിട്ടില്ല എന്നുള്ളത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകം ക്രൈസ്തവ വിഭാഗവുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് NDAയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അത്തരത്തിലൊരു പരാമർശം നടത്താത്തത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമാണ്. നേരത്തെയൊക്കെ BJPക്ക് കേരളത്തിൽ ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിന് BJPയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കർഷകർക്ക് മാത്രമായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 700 കോടിയുടെ വികസനങ്ങൾ നടപ്പിലാക്കി. കിസാൻ സമ്മാൻ നിധിയിലൂടെ 700 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ പാലക്കാട് ജനങ്ങൾക്ക് നൽകി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി പരാമർശിക്കുന്നുണ്ടായിരുന്നു. പാലക്കാട് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പേര് പരാമർശിച്ചുകൊണ്ട് എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 12 മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ് ഇവിടെ ഈ പൊതുപരിപാടിയിൽ എത്തിയിട്ടുള്ളത് എങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല, ശോഭാ സുരേന്ദ്രൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നൊരു കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഉയർന്നു വന്ന ഒടുവിൽ ഈ പാലക്കാടിന്റെ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉൾപ്പെടെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് രക്ഷയില്ലാത്തൊരു സാഹചര്യമായി ഇവിടെ മാറുന്നു എന്ന ഒരു കാര്യം പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം പാലക്കാടിന്റെ കൗൺസിലർക്കെതിരെ പോലും ഉയർന്നു വന്നിട്ടുള്ള ആ വിഷയം പോലും നോട്ട് ചെയ്യാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് രാഷ്ട്രീയ വിഷയമായി മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം കേരളത്തിലെ യുവാക്കൾ ജോലി തേടി വിദേശത്തേക്ക് പോകുന്ന ഒരു വിഷയമാണ്. അത് പ്രസംഗത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ജോലി തേടി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇടതുവലത് മുന്നണികൾ മാറി ഇവിടെ ഭരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിനൊരു മാറ്റം BJP വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നൊരു ഉറപ്പ് പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. കേരളത്തിലേക്കുള്ള ഒരു കവാടമായിട്ടാണ് BJP പാലക്കാടിനെ കാണുന്നത് എന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ മഞ്ചേശ്വരവും നേമവും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ BJP വിജയിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് കൽപ്പിക്കപ്പെടുന്നു. നേമത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ മത്സരിക്കുന്നു. മഞ്ചേശ്വരത്ത് BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ പോലും കേരളത്തിലേക്കുള്ള കവാടമായി പ്രധാനമന്ത്രി പറയുന്നത് പാലക്കാടാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രിയുടെ ആദ്യ പ്രചാരണം പാലക്കാട് വരുമ്പോൾ തന്നെ അതിനുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഏറെ വർദ്ധിച്ചിരുന്നു. നേരത്തെ തന്നെ BJP 2 പതിറ്റാണ്ട് മുമ്പ് തന്നെ 2ാം സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടാകുമ്പോൾ വിജയപ്രതീക്ഷ മുൻനിർത്തി തന്നെ പ്രധാനമന്ത്രി പാലക്കാടേക്ക് എത്തുകയും കേരളത്തിലേക്കുള്ള BJPയുടെ കവാടം മാറ്റത്തിന്റെ ഒരു സൂചകം പാലക്കാട് നിന്നായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ മറ്റു മണ്ഡലങ്ങൾക്കുള്ള അതേ പ്രാധാന്യം 2016 നേമത്ത് BJPക്ക് MN ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ പാലക്കാടിനെ BJPയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അതോടൊപ്പം തന്നെ
കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ചില പണങ്ങൾ, ചില പദ്ധതികൾക്കായി നൽകിയിട്ടുള്ള പണങ്ങൾ അത് കട്ടുമുടിച്ചു എന്നതുൾപ്പെടെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ പ്രധാനമന്ത്രി മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. അതിനൊക്കെ ഈ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഒരുപാട് ചർച്ചാ വിഷയങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ പാലക്കാട് സന്ദർശനത്തിൽ കൂടി വിഷയമാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.